നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോട്ടയം ബ്രദർ സഭ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വളരെ പ്രാർത്ഥനയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഗൂഗിൾ മീറ്റിങ്ങിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ പങ്കുചേർന്ന പ്രാർത്ഥനയോടെ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ സഹോദരി സഹോദരന്മാർ, സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. മനോഹരമായ ദേവാദി ദേവസ്വതൻ എന്നുള്ള മനോഹരമായ പാട്ട് കേൾക്കുവാൻ, ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിച്ച ദൈവദാസനായിട്ടും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവദാസന്മാർ പരിശുദ്ധാത്മ നിയോഗത്താൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ വചനം, ദൈവശ്വാസീയമായ വചനം, ജീവനും ചൈതന്യമുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ്. അതിനുവേണ്ടി നമുക്ക് വളരെ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാ മഹത്വവും കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസിൻ്റെ വിഷയം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാർ. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. തെസ്സലോനിക്ക വിശ്വാസികളെക്കുറിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പേജിൽ പരിശുദ്ധാത്മതൻ ദാസനെ കൊണ്ട് വളരെ ശക്തീകരണം നൽകി രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരാണ്. നാം ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന എല്ലാ ദൈവമക്കളും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അങ്ങനെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവമക്കളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാധാരമായിട്ട് തെസ്സലോനിക്ക സഭയാണ് അടിസ്ഥാനപ്പെടുത്തി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഈ സഹോദരന്മാരുടെ പ്രത്യേകതകൾ, ഒരു വലിയ പ്രത്യേകതയാണ്, അവർ ആ കാലത്തുള്ള സഭകൾക്ക്, വിശ്വാസികൾക്കൊക്കെ മാതൃകയുള്ള ജീവിതം നയിച്ചവരായി. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായിത്തീർന്നു. അതുകൊണ്ട് മക്കോദോന്യയിലും അഖായിലും മാത്രമല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ മാതൃകയുള്ളവരായിത്തീർന്നു. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാർ, ദൈവമക്കൾ മാതൃകാ ജീവിതം നയിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ ഏതെല്ലാം വിഷയങ്ങളിലാണ് മാതൃകാ ജീവിതം നയിക്കുന്നത്? തെസ്സലോനിക്ക വിശ്വാസികൾ ഏതെല്ലാം വിഷയത്തിലായിരുന്നു മാതൃകാ ജീവിതം നയിച്ചത്? ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു, അവർ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുന്ന കാര്യത്തിൽ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന കാര്യത്തിൽ, വചനം അനുസരിക്കുന്ന കാര്യത്തിൽ, തങ്ങളെ ഏൽപ്പിച്ച ആത്മീയമായ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അവർ മാതൃകയുള്ളവരായിത്തീർന്നു. അത് തെസ്സലോനിക്കർക്ക് 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അവരോട് ബന്ധപ്പെട്ടൊരു വേദഭാഗം കൂടെയാണ് 1 തെസ്സലോനിക്കർ 2:13. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, കൈക്കൊണ്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അവർ ആ വചനം, അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടു. ആ വിഷയത്തിൽ അവർ മാതൃകയുള്ളവരായിരുന്നു. രണ്ടാമതായിട്ട് നാം പഠിച്ചത്, അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ, കർത്താവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ മാതൃകയുള്ളവരായിരുന്നു. 1 തെസ്സലോനിക്കർ 1:6 വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്, തുടർന്ന് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായിത്തീർന്നു. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ അവർ മാതൃകയുള്ളവരായിത്തീർന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം തന്നെയാണ്.
1 തെസ്സലോനിക്കർ 1:4. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ ഈ തെസ്സലോനിക്ക വിശ്വാസികൾ തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്ന കാര്യത്തിൽ, അതറിയുന്ന കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ളവരായിരുന്നു. ആ വിഷയത്തിൽ മാതൃകയുള്ളവരായിത്തീർന്നു. ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം അതിൽ വളരെ അവർക്ക് ഉറപ്പും നിശ്ചയവും ഉണ്ടായിരുന്നു. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യം, ഈ തെസ്സലോനിക്ക വിശ്വാസികൾ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന എല്ലാ ദൈവമക്കളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും, എല്ലാ സഹോദരിമാരും സഹോദരന്മാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മഹാജ്ഞാനിയായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങൾ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാധനപ്രകാരം നമ്മളെ മുൻനിയമിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, മുൻനിയമിച്ചു. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അങ്ങനെയെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പിന്നിലുള്ള ആത്മീയ അനുഗ്രഹം, അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചറിയണം. ഒന്നാമതായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. 2, അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ പഠിക്കണം, പോരാ അത് അനുഭവിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്, അല്ലേ? എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ, സഹോദരന്മാരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഉത്തരം തിരുവെഴുത്തിൽ തന്നെ ഉണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിലെ 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? മഹാജ്ഞാനിയായ ദൈവം നമ്മളെ മുന്നറിഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ മുന്നറിവിൻ്റെ ആ മഹാജ്ഞാനിയായ ദൈവം നമ്മളെ നന്നായി അറിഞ്ഞിട്ടാണ് തിരഞ്ഞെടുത്തത്. വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല. എന്താ ദൈവത്തിൻ്റെ മുന്നറിവിൻ്റെ പ്രത്യേകത? നമ്മളൊക്കെ ഇങ്ങനെ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ കണ്ടുവെന്ന് മാത്രമാണോ? അല്ല. ദൈവത്തിൻ്റെ മുന്നറിവെന്ന് പറയുന്നത് സമ്പൂർണമായിട്ടുള്ള ഒരു അറിവാണ്, ഭാഗികമായിട്ടുള്ള അറിവല്ല. ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മഹാജ്ഞാനിയായ ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 139-ാം സങ്കീർത്തനത്തിലെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അറിയാം. സങ്കീർത്തനം 139-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങളൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. കർത്താവേ, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും മുമ്പെന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവമേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഓരോരുത്തരെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തി പഠിച്ച് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആകത്തുക ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആരാണ്, എന്താണ്, എൻ്റെ ഉദ്ദേശം എന്താണ്, എൻ്റെ ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ദൈവത്തിന് എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ദൈവത്തിനറിയാം. അത് ദൈവത്തിൻ്റെ മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. പിന്നെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധാരണ അബദ്ധം പറ്റിച്ച തെറ്റുകളൊക്കെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കണം, ഭയഭക്തിയോടെ ജീവിക്കണം. എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് അതൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, ഒന്നും മനസ്സിൽ വയ്ക്കരുത്. മൂന്നാമതായിട്ട് എഴുതിയിരിക്കുന്ന, ദൈവമേ, എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിന്തകൾ രൂപം കൊള്ളുന്ന
ഉപബോധ മനസ്സിനെ അറിയുന്നവനാ ദൈവം. ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആരംഭ ദശയിൽ, അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്ത് വെച്ച് തന്നെ ദൈവത്തിനറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നമ്മേക്കാൾ നന്നായിട്ട് മഹാജ്ഞാനിയായ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പത്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മാത്രമല്ല, എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും അറിയുന്നു. പത്രോസ് അത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി വലിയ രക്ഷ ഒരുക്കി തന്നതിന് ശേഷം കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പത്രോസിന് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ആമേൻ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ 16 വാക്യത്തിൽ പിന്നെയും കർത്താവ് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അപ്പോഴും പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് അവിടുത്തോട് പ്രിയമുണ്ട്. എൻ്റെ 17 വാക്യത്തിൽ പിന്നെയും കർത്താവ് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? മൂന്നാമത് ചോദിച്ചപ്പോൾ ശിമോൻ പത്രോസ് ദുഃഖിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും അറിയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ചില മണിക്കൂറുകൾക്ക് മുമ്പാണ് പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞത്. അതൊരു പെൺകുട്ടിയുടെ മുമ്പിൽ. 3.5 വർഷം കർത്താവിൻ്റെ കൂടെ ജീവിച്ച എല്ലാ നന്മകളും അനുഭവിച്ച പത്രോസ് തക്ക സമയം വന്നപ്പോൾ എനിക്ക് ആ മനുഷ്യനെ അറിയത്തില്ലെന്ന് ആണയിട്ട് പ്രാഗിക്കൊണ്ട് പറഞ്ഞു. ഭയങ്കര നന്ദികേടാണ് കാണിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് മൂന്നാമതും ചോദിച്ചത്. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസിന് അതിൻ്റെ പരാജയം മനസ്സിലാക്കി. എന്നാൽ പത്രോസ് അവിടെ പറയുന്നത്, കർത്താവേ, നീ സകലതും അറിയുന്നു, എൻ്റെ സകല പരാജയവും നന്ദികേടും അറിയുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അവിടുത്തോട് പ്രിയമുണ്ടെന്ന് അവിടെ നിന്ന് അറിയുന്നു. ഇത് പത്രോസിന് ആരോടാണ് പറയാൻ കഴിയുന്നത്? നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവത്തോട്. വേറെ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ബോസിനോടാണെങ്കിലോ പറയാൻ പറ്റത്തില്ല. അവരൊക്കെ ആ കഴിഞ്ഞ നാളിൽ ചെയ്ത പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വിധിക്കുന്നത്. ഏതൊരു ബോസും പറയും, ഓ, നിന്നെ എനിക്കറിയാം, നിന്നെ എനിക്ക് മനസ്സിലായി, ഇനി നിന്നെ എൻ്റെ ശിഷ്യനായിട്ട് വെക്കാൻ പറ്റില്ല, തക്ക സമയം വന്നപ്പോൾ എന്നെ തള്ളി പറഞ്ഞതാണ്. എന്നാൽ കർത്താവിനോട് പറയാം. എന്താ കാരണം? പത്രോസിൻ്റെ അപ്പോഴത്തെ ഹൃദയ നിലവാരം കർത്താവിനറിയാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകൾ നമ്മളിലൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സഹോദരന്മാരെ, ഈ ബൈബിൾ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് കർത്താവിനോട് പ്രിയമുണ്ടോ? അധികമായ പ്രിയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ട് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് സേവിക്കുന്നെങ്കിൽ കർത്താവിനെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറവുകൾ മാത്രമല്ല, ഇപ്പം കർത്താവിനോട് പ്രിയമുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ പ്രിയമുണ്ടോ? അത് കണ്ട് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അപ്പം നമ്മളെ നന്നായിട്ട് അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവനാണ് ദൈവം. ഇനി അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്താ നടപ്പ് കിടപ്പ് വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവ് അരിച്ചു മാറ്റി പെറുക്കി അതിൻ്റെ വസ്തുതാ നിർണയനം മാത്രമല്ല, മൂല്യം നിർണയനം അറിയാം. മനുഷ്യരൊക്കെ വസ്തുതാ നിർണയനം നടത്തുന്നവരാണ്. എന്നാൽ കർത്താവോ നമ്മുടെ മൂല്യം നിർണയനം അറിയാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ സഹോദരന്മാർ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്, കുഴപ്പമില്ല. എന്നാൽ കർത്താവ് നോക്കുമ്പോൾ ഞാൻ എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുന്നത്? കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണോ? കേൾവിക്കാരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണോ? അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമാണോ? അത് കർത്താവിനറിയാം. അതുപോലെ ബൈബിൾ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ, ബൈബിൾ ക്ലാസ് കേൾക്കുന്നവരെ, പ്രസംഗിക്കുന്നവർ, ക്ലാസ് എടുക്കുന്നവർക്ക് വലിയ ആദരവാണ്. കാരണം കേൾവിക്കാരുണ്ടെങ്കിലല്ലേ ക്ലാസ്സിനൊക്കെ മനോഹരമായി തീരത്തുള്ളൂ. പക്ഷേ എന്തുദ്ദേശത്തോടെ കേൾക്കുന്നു എന്നുള്ള ദൈവത്തിനറിയാം. ഈ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം എന്താണ്? ക്ലാസ്സിനെക്കുറിച്ച് അഭിപ്രായം പറയാനാണോ? തീർച്ചയായിട്ടും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി മാത്രം കേൾക്കുകയാണോ? അതോ കർത്താവെ എന്നോട് സംസാരിക്കണമേ, അവിടുത്തെ ജീവനുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ വ്യാപരിക്കണമേ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം, ആ അഭിഷേകത്തിൻ്റെ ശക്തി വചന ക്ലാസ്സിലൂടെ എനിക്ക് അനുഭവിച്ചറിയാൻ ഇടയാക്കണേ, ഈ ഉദ്ദേശത്തോടാണോ കേൾക്കുന്നത്? അത് ദൈവത്തിനറിയാം. അപ്പം നമ്മുടെ വസ്തുതാ നിർണയനം മാത്രമല്ല, മൂല്യം നിർണയനം അറിയുന്നവനാണ് ദൈവം. പിന്നെന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവേ, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഓ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പറയുന്ന വാക്കുകളൊക്കെ
വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത് നല്ലതാകിലും തീയതാകിലും കണക്ക് കൂട്ടുമ്പോൾ ഒത്തിരി പ്രതിഫലം പോകും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. കേൾക്കുന്നവർക്ക് ആത്മീയവർദ്ധന വരുത്തുന്നതിനാകുന്ന വാക്ക്, കൃപയുള്ള വാക്കുകൾ മാത്രം പറയാനായിട്ടൊരു ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. കാരണം കർത്താവ് അറിയാതെ ഒരു വാക്കും നമ്മുടെ നാവിന്മേലില്ല. പിന്നെ എഴുതിയിരിക്കുന്നത്, നീ മുമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുമ്പെന്ന് പറഞ്ഞാൽ ഭൂതകാലം, ഭാവി കാലം. വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ ഗ്രാമർ പഠിക്കുന്നവർക്കറിയാം, വർത്തമാനകാലം, പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഏത് കാലഘട്ടത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാം. ഈ അറിവോടുകൂടിയാണ് ദൈവം നമ്മളെ മുന്നറിഞ്ഞത്. അല്ലെ ചുമ്മാതറിഞ്ഞതല്ല, വെറുതെ ഒന്നും അറിയല്ലായിരുന്നു. ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തത് അവൻ മുന്നറിഞ്ഞവരെ എന്ന് പറഞ്ഞാൽ, ഞാൻ ആരാണ്, എന്താണ്, ഈ സുവിശേഷം കേൾക്കുമ്പോൾ എൻ്റെ പ്രതികരണം എന്താണ്, ഇതെല്ലാം മഹാജ്ഞാനിയായ ദൈവം നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും മുന്നറിഞ്ഞവരെയാണ് വിളിച്ചത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിലെ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരാകുവാൻ മുൻനിയമിച്ചു. അപ്പം നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഈ സത്യം നമ്മൾ ഓർക്കണം. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത് നോക്കാം. ഈ മുന്നറിവിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്യം നമുക്ക് നോക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞു. കണ്ടോ? അപ്പം ദൈവം എന്താ മുന്നറിഞ്ഞത്? പൗലോസിനെ കൊള്ളാവുന്നവനായിട്ട് കണ്ടു. എന്തിനാ? സുവിശേഷം ഭരമേൽപ്പിക്കുവാൻ. ദൈവത്തിൻ്റെ മുന്നറിവാണ്. സുവിശേഷം ഭരമേൽപ്പിക്കുവാൻ പൗലോസിനെ ദൈവം കൊള്ളാവുന്നവനായിട്ട് കണ്ടു. ഇത് അപ്പോസ്തലനെ പൗലോസിനെ മാത്രമാണോ? അല്ല. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവം അങ്ങനെ കണ്ടു. എന്താ കാരണം? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാണ്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനാ? കർത്താവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ കൊള്ളാവുന്നവരാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. രാജകീയ പുരോഹിത വർഗം ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യരാണെന്ന് കണ്ടുകൊണ്ട് തിരഞ്ഞെടുത്തു. വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞു. മുന്നറിഞ്ഞവരെ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എങ്കിൽ അവർ സുവിശേഷം ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല, സുവിശേഷം ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം കിടക്കും. സഹോദര തിരഞ്ഞെടുക്കപ്പെട്ടതാണോ? സഹോദരി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ എങ്കിൽ സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം ഇങ്ങനെ കിടക്കും. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് വിളിച്ചു പറയും. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നോക്കി. ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസിൻ്റെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 24-ാമത്തെ വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയെ നിർവഹിക്കണം. തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് പൗലോസ് സുവിശേഷത്തെ സ്നേഹിച്ചു. എന്താ കാരണം? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതാണ് തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞത്. മാത്രമല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 1 കൊരിന്ത്യർ 9:23. സുവിശേഷത്തിൻ്റെ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലതും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഒരു പങ്കാളിയെങ്കിലും ആയിത്തീരുക. സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നല്ലോ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിനായിരുന്നു. പല പ്രിയപ്പെട്ടും ചിന്തിക്കുന്നത്, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ വിശ്വസിച്ച് ഞാൻ സ്വർഗത്തിൽ പോവും. അവരെ ഒന്നും തിരഞ്ഞെടുത്തില്ല, അതവർ നരകത്തിൽ പോവും. ഇങ്ങനെ പറയാൻ വേണ്ടിയല്ല.
പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ ദൈവം അവരെ സുവിശേഷം പരമേൽപ്പിക്കും. അവർ സുവിശേഷത്തോടൊരു ഭാരമുണ്ടായിരിക്കും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം അറിയുക. നമ്മളെ സുവിശേഷം പരമേൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. മാത്രമല്ല, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. കണ്ട, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നിഷ്കളങ്കമുള്ള ജീവിതം നയിക്കുവാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ദൈവം നമ്മളെ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്, അവൻ്റെ സ്വരൂപത്തോട്, ദിവ്യ സ്വഭാവത്തിന്, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നിഷ്കളങ്ക ജീവിതം നയിക്കുവാൻ അവൻ്റെ സ്വരൂപത്തോട് അനുരാഗാൻ മുൻ നിയമിച്ചു. പിന്നെ അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തുടർന്നുള്ള ഭാഗം, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരെ, മുൻ നിയമിച്ചവരെ വിളിക്കുന്നു, വിളിച്ചവരെ നീതീകരിക്കുന്നു, നീതീകരിക്കുന്നവരെ തേജസ്കരിപ്പെട്ടുമിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ആത്മീയമായിട്ടുള്ള സത്യം നമ്മൾ അനുഭവിച്ചറിയണം. അതിനെന്തോ ചെയ്യണം? ഒന്നാമതായിട്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. കണ്ടോ, അധികം ശ്രമിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം വിളിക്കുന്നു, വിളിക്കുന്നവരെ നീതീകരിക്കുന്നു, തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പം അതിൻ്റെ പിന്നിലുള്ള സത്യം അറിയണമെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. എങ്ങനെയാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ കഴിയുന്നത്? അതിനൊരു വിശദീകരണം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. എന്നാൽ ജ്ഞാനികളെ രചിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രചിപ്പാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തുകൊണ്ട്. തിരഞ്ഞെടുപ്പിനെ കണ്ടോ? എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ജഡവും ദൈവസന്നദ്ധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ആ വേദഭാഗത്തിൻ്റെ പ്രാരംഭം ഒന്ന് ശ്രദ്ധിച്ച് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ആ ഭാഷാ പ്രയോഗം ശ്രദ്ധിച്ചോ? ദൈവം നമ്മളെ വിളിച്ചു. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള നമ്മളെ ദൈവം വിളിച്ചു. ആ വിളിയെ നോക്കുവിനെന്ന്. എങ്ങനെയാണ് നോക്കുന്നത്? ദൈവം വിളിച്ച വിധം ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? സുവിശേഷ ഘോഷണത്തിലൂടെയാണ്, ഇല്ലേ? രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കർത്താവ് വിളിച്ചത് സുവിശേഷ ഘോഷണത്തിലൂടെയാണ്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ദൈവം രക്ഷയ്ക്ക് വിളിച്ചു. എങ്ങനെയാ? അപ്പോസ്തലന്മാരുടെ സുവിശേഷ ഘോഷണത്താൽ. അപ്പോൾ ദൈവം നമ്മളെ എങ്ങനെയാണ് വിളിച്ചത്? സുവിശേഷ ഘോഷണത്തിലൂടെയാണ് വിളിച്ചത്. അപ്പോൾ നമ്മളെ വിളിച്ച സുവിശേഷ ഘോഷണത്തിൽ നമ്മളെ വിളിച്ച ആ സംഭവം നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സത്യവചനം കേട്ട് നമ്മൾ വിശ്വസിച്ച, പരിശുദ്ധാത്മാവിടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ആ വീണ്ടും തന്നെ നടന്ന ആ വീണ്ടും തന്നെ സംഭവം നമ്മൾ ഓർക്കണമെന്ന്. അപ്പോൾ സുവിശേഷം സത്യവചനം കേട്ടപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കറിയാം അവർ മാനസാന്തരപ്പെട്ടവരാണ്. തകർന്ന നുറുങ്ങിയ ഹൃദയത്തോടെയാണ് അവർ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം കേട്ടത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ, അല്ലേ? അങ്ങനെയുള്ളവരാണല്ലോ രക്ഷിക്കപ്പെടുന്നത്. ആ തകർന്ന നുറുങ്ങിയ ഹൃദയത്തോടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ സമർപ്പണത്തോടെ വിശ്വസിച്ചപ്പോൾ നമ്മൾ നടന്ന പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടും ജനനം, ആ സംഭവം നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ തങ്ങളുടെ വീണ്ടും ജനനത്തെക്കുറിച്ച് ഓർക്കണം. വീണ്ടും ജനിച്ച എല്ലാവരും തങ്ങളെ വീണ്ടും ജനിപ്പിച്ച ആ സംഭവം, ആ വീണ്ടും ജനനത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കണമെന്ന്.
രക്ഷാനിർണയം പ്രാപിക്കുക. അങ്ങനെ പഠിച്ചാലോ അവൻ്റെ അവസാനത്തെ ഭാഗം എന്താ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് വീണ്ടും ജനിച്ചവർ ആ വീണ്ടും ജനിച്ച സംഭവം ഓർത്താൽ അവരൊരിക്കലും സ്വയത്തിൽ പ്രശംസിക്കത്തില്ല, സ്വയത്തെ മരിപ്പിക്കണം. എന്താ കാരണം? കർത്താവ് നമ്മളെ വിളിച്ചതിൻ്റെ പിന്നിലുള്ള ആ രക്ഷാപദ്ധതിയെക്കുറിച്ച് നമുക്ക് ശരിയായിട്ട് പ്രകാശിച്ച് ലഭിക്കണമെങ്കിൽ നമ്മുടെ സ്വയത്തെ മരിപ്പിച്ചേ മതിയാകും. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം. എന്തുകൊണ്ട്? റോമാലേഖനം 8:7 അതിൻ്റെ കാരണം. റോമാലേഖനം 8:7. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം ഈ വിലയേറിയ ആത്മീയ സത്യങ്ങൾ നമുക്ക് അതിൻ്റെ നീലയിൽ പ്രകാശിച്ച് ലഭിക്കണമെങ്കിൽ ഇതിന് തടസ്സമായി നിൽക്കുന്ന ജഡത്തിൻ്റെ ചിന്തയെ മരിപ്പിക്കണം. ജഡത്തെ മരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തണം. നമ്മളെ വീണ്ടും ജനിപ്പിച്ച ഒരു വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസം, ഇല്ലേ? ഞാൻ എന്നും അത് ഓർക്കും. കൃപയാലുള്ള വിശ്വാസം. ഏതാണ് ആ വിശ്വാസം? ഗലാത്യർ 2:20 അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ജഡത്തിൽ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താലത്രേ. ഈ വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തുക. ഈ വേദഭാഗം രേഖപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് ഈ വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിയ ഒരു ദൈവദാസനായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിക്കുന്നു, തെളിയിക്കുന്നു, ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചു. പൗലോസ് പറയും, എനിക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് എല്ലാവരും മരിച്ചു, ഞാനും മരിച്ചു. ഇനി ജീവിക്കുന്നതോ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വേണ്ടി. ഇതെങ്ങനെയാണ് പൗലോസ് സാധിച്ചെടുത്തത്? ആ വേദഭാഗത്തിൻ്റെ പ്രാരംഭം നോക്കിയേ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരാണോ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ, അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കപ്പെടും. എന്തിനാ? ഈ വിലയേറിയ സത്യത്തിനായിട്ട്. ഞാൻ മരിച്ചു, ഇനി ഞാനല്ല. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഈ വിശ്വാസത്താൽ ഈ സംഭവം നമ്മുടെ ഹൃദയത്തിൽ നടന്ന സംഭവം നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ, ഇനി ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ, ഈ വിളിയെക്കുറിച്ചുള്ള ഉദ്ദേശം മനസ്സിലാക്കുന്ന അകത്ത മനുഷ്യൻ ബലപ്പെടും. ഈ വിശ്വാസിയുടെ അകത്ത മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങളാണ്. എഫേസ്യർ 3:14 മുതലുള്ള വാക്യം. എഫേസ്യർ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി പിതാവിൻ്റെ സന്നിധി ഞാൻ മുട്ടുകുത്തുന്നു. എന്തിനാ? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുക. എന്തിനാ? ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ പ്രത്യേകത അറിയുവാൻ. അതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ പുറമേയുള്ള മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ എത്രമാത്രം ഉപദേശം പഠിച്ചാലും, എത്രമാത്രം വചനം പഠിച്ചാലും, ഉപദേശ നിശ്ചയമുള്ളവരാണെങ്കിലും, ഈ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനെ നമ്മൾ മരിപ്പിക്കുന്നില്ലെങ്കിൽ, സ്വയത്തെ മരിപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ദൈവം വിളിച്ച വിളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ ആഹാരം ഭക്ഷിക്കാൻ കഴിയാതെ പോകും. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയാതെ പോകും. ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ അനേക പ്രത്യേകതകളുണ്ട്. അത് ഈ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ, അതാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, നമ്മളെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യൻ. അത് നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ശക്തിപ്പെടുന്നത്. മാനസാന്തരപ്പെട്ട തകർന്നുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിച്ച ആ രംഗം, അത് അങ്ങോട്ട് ശരിയായിട്ട് വീണ്ടും ജനിച്ചു അത് പഠിക്കുമ്പോൾ, വീണ്ടും ജനിച്ചവർ അത് പഠിക്കുമ്പോൾ
ഈ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ ആ പ്രത്യേകത മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും. എന്താ ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ പ്രത്യേകത? നമ്മൾ ചിന്തിച്ചു. ദൈവം നമ്മളെ സുവിശേഷ ഘോഷണത്തിലൂടെയാണ് വിളിച്ചത്. ആ സുവിശേഷ ഘോഷണത്തിലൂടെ വിളിച്ചപ്പോൾ ആ വിളിക്ക് അനേക തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. എന്തൊക്കെ പ്രത്യേകതയാണ്? ഒരു പ്രത്യേകത, പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യമാണ്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. ഞാൻ അതിൻ്റെ പ്രാരംഭം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചു. അപ്പോൾ ദൈവം നമ്മളെ സുവിശേഷ ഘോഷണത്തിലൂടെ വിളിച്ചപ്പോൾ എങ്ങനെയാണ് വിളിച്ചത്? ദൈവദാസന്മാർ സുവിശേഷം പറഞ്ഞപ്പോൾ, ആ സുവിശേഷം കേട്ടപ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന സത്യമാണ്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചു. അപ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ ഈ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. അത് നിറയണമെങ്കിൽ നമ്മുടെ വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിച്ച്, ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് പഠിച്ച് നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ, ഈ അകത്ത മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയുന്ന ആ ദർശനമുള്ള മനുഷ്യൻ. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ആദാമ്യ പ്രകൃതിയുള്ള മനുഷ്യനത് കാണാൻ പറ്റില്ല. ഇത് വലിയൊരു രഹസ്യമാണ്, ഒരു മർമ്മമാണ്. തൻ്റെ മഹത്വത്താൽ വിളിച്ചു, പിന്നെ വീര്യത്താൽ വിളിച്ചു എന്ന് കണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷഘോഷണത്തിൻ്റെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, വ്യാപാരത്തോടെ വിളിച്ചു. അത് ശ്രദ്ധിച്ചവരുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് എഫേസ്യ ലേഖനം 1:19 എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:19. എഫേസ്യർ 1:19. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കണ്ടോ? ഈ ശക്തിക്ക് അളവില്ലെന്ന്. പ്രിയമുള്ളവരെ, ഈ മൺകൂടാരങ്ങൾ, ഈ അത്യന്ത ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് വല്ലതും അനുഭവിക്കുന്നുണ്ടോ? പരിശോധിക്കുക. നമുക്ക് എന്തുമാത്രം അറിവുണ്ടെന്നുള്ളതല്ല. അറിവ് നല്ലതാ, പഠിച്ച് അറിവ് സമ്പാദിക്കണം. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല, അത് ചീർപ്പിക്കും നമ്മളെ. പിന്നെയോ, യേശുക്രിസ്തുവിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിൽ വ്യാപരിക്കാറുണ്ടോ? ഓ, വിളിയുടെ പ്രത്യേകതയാണത്. നമ്മളെ തിരഞ്ഞെടുത്ത, നമ്മളെ മുന്നറിഞ്ഞ ദൈവം എങ്ങനെയാ മുന്നറിഞ്ഞ് ചിന്തിച്ചു? ആ മുൻനിയമിച്ചവരെ വിളിച്ചു. എങ്ങനെയാ? തൻ്റെ മഹത്വത്താലും വീര്യത്താലും എന്നുള്ള സത്യം അനുഭവിച്ചറിയുക. അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രത്യേകത എന്താ? അതിൻ്റെ പ്രയോജനം എന്താ? അതിൻ്റെ പ്രയോജനം, ഏത് പ്രതിസന്ധികൾ നമുക്ക് ശാന്തമായിട്ട് നേരിടാൻ കഴിയും. അതിൻ്റെ ആ സാധ്യത. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 29-ാമത്തെ വാക്യം. കൊലോസ്യർ 1:29. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാരശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഈ ആത്മീയ പോർക്കളത്തിൽ അധ്വാനിച്ചാൽ മാത്രം പോരാ, പിന്നെ പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. പലരും പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും അവിടെ പ്രശ്നങ്ങൾ വരുന്നു. വരും. അവിടെ അതിനെ പോരാടണം, എന്നിട്ട് അധ്വാനിക്കണം. സഭാപ്രവർത്തനമാണെങ്കിലും സുവിശേഷ പ്രവർത്തനമാണെങ്കിലും പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. എന്താണ്? ഈ വിളിയെ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. എന്താ? ദൈവം വിളിച്ചത് എങ്ങനെയാ? തൻ്റെ മഹത്വത്താലും വീര്യത്താലുമാണ്, വെറുതെ വിളിച്ചതല്ല. അപ്പോൾ ആ വിളിയുടെ പ്രത്യേകത മനസ്സിലാക്കിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ആ അഭിഷേകത്തിൻ്റെ ശക്തി, പുനരുദ്ധാന ശക്തി നമ്മളിൽ നിറയും. അപ്പോൾ ഏത് പ്രതിസന്ധികളെയും ശാന്തമായിട്ട് നേരിടാൻ കഴിയും. രണ്ടാമതായിട്ട് വിളിയുടെ പ്രത്യേകത റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ദൈവത്തെ സ്നേഹിക്കും. ആ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചത് യാദൃച്ഛികമായിട്ട് വിളിച്ചതല്ല. പിന്നെയോ ആ മുന്നറിഞ്ഞവരെ, ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം കാലെ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് വിളിച്ചതാ. അങ്ങനെ വിളിച്ച ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ ആ കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്,
തന്നെ നിർണയപ്രകാരം വിളിച്ച കർത്താവിനെ താനൊന്നറിയാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്തോ മനോഹരമാണെന്ന് നോക്കിയേ. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം. നിർണയപ്രകാരമുള്ള വിളി കേട്ട പൗലോസ് പറയാണ്, ദൈവം എന്നെ വെറുതെ വിളിച്ചതല്ല, നിർണയപ്രകാരം വിളിച്ചതാണ്. കാലേ കൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് വിളിച്ചതാണ്. എന്നെ ഉലകസ്ഥാപനം കണ്ടു വിളിച്ചതാണ്. എന്നെ മുന്നറിഞ്ഞ് വിളിച്ചതാണ്. എന്നെ സുവിശേഷം പരമേൽപ്പിക്കാൻ കൊള്ളാവുന്നതാണെന്ന് തെളിഞ്ഞതുകൊണ്ട് വിളിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിൻ്റെ ശബ്ദം നിർണയപ്രകാരം കേട്ടതുകൊണ്ട് എന്നെ വിളിച്ചവനെ എനിക്കറിയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പോൾ പൗലോസ് എങ്ങനെയായി കർത്താവിൻ്റെ ഈ മഹത്വം ഇത്രമാത്രം ദർശിച്ചത്? പൗലോസ് ദൈവത്തെ ഇത്രമാത്രം അറിയാൻ ഇടയായത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം അതിനുവേണ്ടി അതിയായിട്ട് ആഗ്രഹിച്ചു. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, ഫിലിപ്പിയർ 3:10. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെ അവൻ്റെ പുനരുത്ഥാന ശക്തിയെയും എന്നിട്ടോ അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ കർത്താവിൻ്റെ തേജസ് കാണാൻ ആഗ്രഹിക്കാറുണ്ടോ? ആഗ്രഹിക്കണം. കർത്താവിൻ്റെ ആ മരണത്തോട് ഏകീഭവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ആഗ്രഹിച്ചേ. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ആഗ്രഹിച്ചേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ഓ, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് സർവശക്തനാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വീഴാതെ വണ്ണം നമ്മളെ കാത്തു സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദം നിർത്തുവാൻ ശക്തിയുള്ളവനെ അനുഭവിച്ചറിയുകയാണ്. എത്ര മനോഹരമാണ്! നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ഈ വിളിയുടെ പ്രത്യേകത അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തൻ്റെ മഹത്വത്താലും വീരത്താലും വിളിച്ചു, പിന്നെ നിർണയപ്രകാരം വിളിച്ചു. പിന്നെ എങ്ങനെ ദൈവം വിളിച്ചത്? പരമവിളിയാൽ വിളിച്ചെന്നാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പ് ലേഖനം 3:14. ഫിലിപ്പ് ലേഖനം 3:14 നോക്കിയേ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞ് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായിട്ടോടുന്നു. വിരുദ്ധനായിട്ടോടുന്നു. അതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിട എനിക്കായി വെച്ചിരിക്കുന്നു. ആയുസിൽ ഒരിക്കൽ പോലും കർത്താവിന് വേണ്ടി ഒരു വേലയും ചെയ്യാത്തവർ മരിക്കുമ്പോൾ ഈ വാക്കെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. അത് വലിയ കഷ്ടമാണ്. സഭാഗത്തിന് ശരിയായിട്ട് വരാത്തവർ, ഒരു സുവിശേഷം ഒരാളിനോട് പറയാത്തവർ, അവരൊക്കെ മരിക്കുമ്പോഴും സുവിശേഷം അറിയിക്കാൻ ആരോഗ്യം ഉണ്ടായിട്ടും ഭാഷയുണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പറയാനുള്ള കഴിവുണ്ടായിട്ടും ഒരു മനുഷ്യനോടും സുവിശേഷം പറയാത്തവർ മരിക്കുമ്പോഴും പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിട എനിക്കായി വെച്ചിരിക്കും. അതൊക്കെ ശരിയാണോ നമ്മൾ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയാൻ കഴിയും എന്താ? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിനായിട്ട് ബിരുദനായിട്ടോടുന്നു. ആ ബിരുദനായിട്ട് ആ ലാക്കിലേക്ക് ഓടുകയാണ്. എന്താ കാരണം? അദ്ദേഹം ഈ സുവിശേഷത്തിൻ്റെ ശബ്ദം കേട്ടത് മറ്റെല്ലാ ശബ്ദത്തെക്കാളും ശ്രേഷ്ഠമായ ശബ്ദമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒന്നാമത്തെ സ്ഥാനം കൊടുത്തു. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടു. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാം അങ്ങനെയായിരുന്നു. ഉദാഹരണത്തിന് ദൈവദാസനായ മോശ, എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം, വിശ്വാസത്താൽ മോശ തനിക്ക് താൻ വളർന്നപ്പോൾ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവനത്തോടെ കഷ്ടം അനുഭവിച്ചു. പ്രതിഫലം നോക്കിയോണ്ട് ഫറവോന്റെ പുത്രയുടെ മകനുള്ള പേരുവിളി നിരസിച്ചിട്ട് മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. എന്താ? ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം, ആ രാജകീയമായ ശബ്ദം, രാജാക്കന്മാരുടെ രാജാവായ, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഉന്നതനും ഉയർന്നിരിക്കുന്നതിനുമായ ശാശ്വതവാസിയായ കർത്താവിൻ്റെ ആ ഗംഭീര ശബ്ദം, ഹൃദയങ്ങളെയൊക്കെ തണുപ്പിക്കുന്ന ശബ്ദം, ആ ലാവണ്യ ശബ്ദം, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി തീർത്ത ശബ്ദം, ആ ശബ്ദം, ആ വിളി കേട്ടു മരിച്ച ലാസറിന്റെ ആ ശവശരീരത്തിലേക്ക് ആ ശബ്ദം വ്യാപരിച്ച് അവനെ ഒരു പുതിയ ശരീരം കൊടുത്ത ശബ്ദം അല്ലേ? അതുപോലെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ശബ്ദം, മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദം, ആ ശബ്ദം, അതാണ് പരമവിളി. അത് അനുഭവിച്ചറിഞ്ഞവരെന്ത് ചെയ്യും? പിമ്പിലുള്ളത് മറക്കും, മുമ്പുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയിലാക്കിലേക്ക്. ഈ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം,
ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന അകത്ത മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങ് ദൈവിക അനുഭൂതിയുടെ ആനന്ദ ലഹരിയിൽ ആമഗ്നരായിത്തീരും. പിന്നെ വളരെയധികം പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ തുള്ളിച്ചാടും. അവർ ഏത് പ്രതിസന്ധി വന്നാലും പിന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ആ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളിൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെ വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. എന്താ കാരണം? ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ശബ്ദത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്രത്യേകതയാണ്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ബൈബിൾ ക്ലാസ്സിലൂടെ ലഭിക്കേണ്ട കാര്യം. അപ്പോൾ ഈ വിളിയുടെ പ്രത്യേകത, തൻ്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചു, പിന്നെ പരമവിളിയാൽ വിളിച്ചു, നിർണയപ്രകാരം വിളിച്ചു. ഇനി 4-മതായിട്ടോ അവൻ നമ്മളെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. കണ്ടോ, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. എന്തിനാ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത്? നമ്മളെ വിശുദ്ധന്മാരാക്കി തീർക്കുവാനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരായി തീരുവാൻ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസിലുള്ള വിശുദ്ധന്മാർ. രക്ഷിക്കപ്പെട്ടവരെ വിളിക്കുന്നതാണ് വിശുദ്ധന്മാർ. നമ്മൾ സുവിശേഷത്തിൻ്റെ സത്യവചനം കേൾക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കും, നിത്യവും ലഭിക്കും, നിത്യ സ്വർഗം ലഭിക്കും. മാത്രമല്ല നമ്മളെ വിശുദ്ധന്മാരാക്കി തീർത്തു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. അങ്ങനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരായി തീരുന്നത്? അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. എബ്രായലേഖനം 10-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. എബ്രായലേഖനം 10-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെട്ടത്. അത് നമ്മുടെ സ്ഥാനീയ വിശുദ്ധിയാണ്. എപ്പോഴും ഓർക്കണം, നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണമാകുന്നു. അത് നമ്മുടെ സ്ഥാനീയ വിശുദ്ധിയാണ്. ഇനി നമ്മൾ ഈ വിശുദ്ധിയെ നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണോ? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുക. കേട്ടോ, നമ്മൾ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. എന്താ കാരണം? അനേക വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. അത് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കൾക്ക് പാപമോചനം ലഭിച്ചു, നിത്യം ലഭിച്ചു, നിത്യ സ്വർഗം ലഭിച്ചെന്ന് മാത്രമല്ല, ഇനി അനേക വാഗ്ദത്തങ്ങൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങളുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ നാം വിശുദ്ധിയെ തികയ്ക്കണം. വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. ഈ ശബ്ദം കേട്ടവരെപ്പോഴും അശുദ്ധമായ ജീവിതത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. അതുകൊണ്ട് ജോസഫ് പറഞ്ഞത്, ഞാൻ ഈ മഹാദോഷം, ദൈവത്തിൻ്റെതായിട്ട് ഈ മഹാദോഷം ചെയ്യത്തില്ല. എന്താ കാരണം? അദ്ദേഹം ദൈവത്തിൻ്റെ വിശുദ്ധ വിളി, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവദാസനായിരുന്നു. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചത് വിശുദ്ധ വിളിയാലാണ്. അനേക വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. ഇല്ലയോ? നമ്മളെ ചേർക്കുവാൻ കർത്താവ് വരുന്നു. കർത്താവ് നമ്മളെ ചേർക്കുവാൻ ആരെയൊക്കെയാണ് ചേർക്കാൻ വരുന്നത്? രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കർത്താവ് ചേർക്കും. എങ്കിലും ഒരു അശുദ്ധനെ ദൈവം ചേർക്കുമോ? ഒന്നുകൂടെ പറയാം, കർത്താവ് ഗംഭീരനാദത്തോടെ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കും. പക്ഷേ ഒരു അശുദ്ധനെ കർത്താവ് ചേർക്കുമോ? ഒരിക്കലും ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചെന്നാണ്. ഫിലിപ്പി ലേഖനം 1:4. രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്തായിരിക്കും ആ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം? പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ പ്രവർത്തനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം നോക്കുക. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം.
അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട ശേഷം നിത്യജീവൻ അവകാശികളായി തീർന്നിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ ധാരാളമായിട്ട് പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ പ്രവർത്തനം, അത് നമ്മളിങ്ങനെ മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടാൻ ആവശ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മളിലുണ്ട്. അങ്ങനെ നമ്മൾ വിശുദ്ധിയെ തികയ്ക്കുക. അപ്പോഴാണ് ഈ വിളിയുടെ പ്രത്യേകത മനസ്സിലാക്കി ഈ ആത്മീയ സത്യങ്ങൾ അനുഭവിച്ച് ജീവിപ്പാൻ കഴിയുന്നത്. ഞാൻ അടുത്തതായിട്ട് നമ്മളെ വിളിച്ച വിളിയുടെ ഒരു പ്രത്യേകത, ഇത് സ്വർഗീയ വിളിയാലാണ് വിളിച്ചത്, ഇല്ലയോ? എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്വർഗീയ വിളിയാൽ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശബ്ദം കേട്ടവരെല്ലാം പറയും, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ വിളി കേട്ട പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഫിലിപ്പി ലേഖനം 3:20, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാൻ ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നമ്മളിവിടെ പ്രവാസികളും പരദേശികളുമാണ്. അപ്പോൾ ഈ അകത്ത മനുഷ്യനതറിയാം. അകത്ത മനുഷ്യ ശക്തിപ്പെട്ടാൽ, ദൈവം നമ്മളെ വിളിച്ച് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ, വിളിയെ നോക്കിയാൽ, അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ മരിപ്പിക്കും. ഈ അകമയുള്ള മനുഷ്യനറിയാം നമ്മളിവിടെ പ്രവാസികളും പരദേശികളുമാണെന്ന്. അങ്ങനെ മനസ്സിലാക്കുന്നവരെന്ത് ചെയ്യും? അവരങ്ങനെയുള്ളവരോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരോട് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരോടും പറയുന്ന ഒരു വചനമാണ് കൊലോസ് ലേഖനം 3:1 മുതലുള്ള വാക്യങ്ങൾ. കൊലോസ് 3:1 അകത്ത മനുഷ്യന് ഇഷ്ടപ്പെടുന്ന വചനമാണത്. ഇതാ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തുള്ള അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ള തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് തേജസ്സിൽ വെളിപ്പെടും. ഇത് അകത്ത മനുഷ്യന് സന്തോഷം പകരുന്ന കാര്യമാണ്. എന്താ? കർത്താവ് ഇരിക്കുന്നിടമായ ഉയരത്തുള്ള അന്വേഷിക്കും, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ തന്നെ ചിന്തിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറന്നിരിക്കുന്നു. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ അവൻ ലോകസ്ഥാപനം അവനിൽ തിരഞ്ഞെടുത്തു. തിരുവചനത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായി നമ്മൾ സൗജന്യമായി മുൻ നിയമിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് മുൻ നിയമിച്ചു? എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരെ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തിന് അനുഭവം മുൻ നിയമിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചു. ഇനി വിളിച്ചവരെ എന്ത് ചെയ്യാണ്? നീതീകരിക്കുന്നു. കണ്ട, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നമ്മൾ. എന്തിനാ നമ്മളെ നീതീകരിച്ചത്? കൊലോസ് ലേഖനം 1:21 കൊലോസ് 1:21 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി കാണേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ദൈവം വിളിച്ചവരെ നീതീകരിച്ചു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിൽക്കേണ്ടതിന്. ആരാ നിൽക്കുന്നത്? ഇപ്പോൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാകുമ്പോഴാണ് അത് അനുഭവവേദ്യമാകുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അത് വിശദീകരിച്ച് നമ്മൾ പഠിക്കുകയാണ്, അറിയാവുന്ന കാര്യം ഓർക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അങ്ങനെ നീതീകരിച്ച ദൈവം എന്ത് ചെയ്യാണ്? തേജസ്കരിച്ചും ഇരിക്കുന്നു. സ്തോത്രം. തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കി, ആ വിളിയുടെ പ്രത്യേകത മനസ്സിലാക്കി, നമ്മുടെ അകത്ത മനുഷ്യനെ അങ്ങോട്ട് ശക്തിപ്പെടുത്തി ആ വിളിയുടെ പിന്നുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ തേജസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ശരിയാണോ? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. എബ്രായർ 2:10 സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ഉണ്ടോ? അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തേജനാക്കുന്ന യുക്തമായിരുന്നു. അപ്പോൾ നമ്മൾ തേജസ്സിലേക്ക് നടത്തപ്പെടുന്നവരായിരിക്കും. മാത്രമല്ല, ആ വേദഭാഗത്തോട് അനുബന്ധിച്ച് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം.
കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം. അപ്പോൾ നമ്മുടെ പാട്ടിലൊക്കെ ഒരു തേജസ്സിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരിക്കും. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോഴും സഭയിലെ ശുശ്രൂഷ ചെയ്യുമ്പോഴും അത് തേജസ്സേറിയ ശുശ്രൂഷ. പഴയ നിയമ ശുശ്രൂഷയാണെങ്കിൽ തേജസ്സിൻ്റെ ശുശ്രൂഷയായിരുന്നെങ്കിൽ പുതിയ നിയമ സഭയുടെ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയാണ്. ദൈവ തേജസ് കൊണ്ട് നിറയുന്ന ശുശ്രൂഷ. അതിനാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നല്ലോ. നമ്മളെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ്? സർവജ്ഞാനിയായ ദൈവം നമ്മളെ മുന്നറിഞ്ഞു. സുവിശേഷം പരമേൽപ്പിക്കുവാൻ കൊള്ളാവുന്നവരായതുകൊണ്ട്, വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ, രാജകീയ പുരോഹിത വർഗമായിട്ട് ജീവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മളെ കൊള്ളാവുന്നവരായി തെളിഞ്ഞു എന്ന വേദഭാഗത്തിലൂടെ പഠിക്കാൻ കഴിയും. അങ്ങനെ നമ്മളെ അറിഞ്ഞാണ് ദൈവം വിളിച്ചത്. ദൈവകൃപയാലാണ് വിളിച്ചത്. നമ്മുടെ വ്യക്തിപരമായ യോഗ്യതയല്ല, കൃപയാൽ ലഭിക്കുന്ന ആ യോഗ്യത. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തതായിട്ട് ഇവരുടെ 4-ാമത്തെ പ്രത്യേകത, ഇവർ കൂട്ടസഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ മാതൃകയുള്ളവരായിരുന്നു. തെസ്സലോനിക്ക സഭ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട തെസ്സലോനിക്ക സഭ കൂട്ടസഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ മാതൃകയുള്ളവരായിരുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കണമെന്ന് ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോനിലുള്ള എല്ലാവരോടും നിങ്ങൾ അങ്ങനെ തന്നെ ആചരിച്ചു പോകുന്നുവല്ലോ. കണ്ടോ? അപ്പോൾ കൂട്ടുസഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇവർ മാതൃകയുള്ളവരായിരുന്നു. അത് കൂട്ടുസഹോദരനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ആചരിച്ചുവല്ലോ എന്ന വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ കൂട്ടുസഹോദരന്മാരെ സ്നേഹിച്ചു. എന്താ കാരണം? ഒന്നാമത്തെ കാരണം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായതുകൊണ്ട്. രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ കൂട്ടു സഹോദരന്മാരെ അതുപോലെ സ്നേഹിക്കും. അതിൻ്റെ അടിസ്ഥാനമായ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. റോമാലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്ന്. എന്തോ മനോഹരമായ വാക്കാണ്. ഒരു പാത്രത്തിലേക്ക് എണ്ണയൊക്കെ പകരുന്ന പോലെ കർത്താവിൻ്റെ മുഖത്തിലുള്ള ആ ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം, ആ സ്നേഹം രക്ഷിക്കപ്പെട്ട ദൈവമക്കളിലേക്ക് പകർന്നിരിക്കുന്നു. ദൈവസ്നേഹമാണ് പകർന്നിരിക്കുന്നത്. പകർന്നിരിക്കുന്നതിൻ്റെ മാധ്യമം എന്താ? നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. അവിടെ എഴുതിയിരിക്കുകയാണ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മ എപ്പോഴാണ് നൽകിയത്? ആദ്യമായിട്ട് ലഭിച്ചതാണ്, ഇല്ലേ? ആദ്യദാനം. റോമാലേഖനം 8:23 ആത്മാവെന്ന ആദ്യദാനം. ഇതങ്ങനെ പറയാൻ കാരണം സുവിശേഷം കേൾക്കുമ്പോൾ ഒരാൾക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ? സുവിശേഷം കേട്ട എല്ലാവരിലും, വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെ പത്രോസ് എന്താ പ്രസംഗിച്ച് കേൾപ്പിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 10:43. അപ്പോസ്തലപ്രവൃത്തി 10:43 അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നാമമൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തിരുവെഴുത്ത് ആധാരമാക്കി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കേൾവിക്കാരിലൊക്കെ പരിശുദ്ധാത്മാവ് വന്നു. അപരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചു. അങ്ങനെ ലഭിച്ച ആ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം പകർന്നിരിക്കുകയാണ്. അത് നിറഞ്ഞ് കവിയുന്നതാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക വിശ്വാസികൾ കൂട്ടുസഹോദരന്മാരെ സ്നേഹിച്ചത്. അതുപോലെ രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. കൂട്ടുസഹോദരന്മാരെ സ്നേഹിക്കുമ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.